അന്ന് വൈകിട്ട് സൂജിൻ ജോലി കഴിഞ്ഞ് അപ്പാർട്ട്മെന്റിലെത്തി 8th ഫ്ലോറിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റിനകത്തേക്ക് കയറി. എന്നാൽ 3rd ഫ്ലോറിലെ ഡോർ തുറക്കുമ്പോ എലിവേറ്ററിന് പുറത്താ രൂപം നിൽക്കുന്നു. തലയിൽ നിന്നും കണ്ണിൽ നിന്നൊക്കെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവളാകെ പാനിക്കായി പെട്ടെന്ന് തന്നെ ബട്ടൺ പ്രസ് ചെയ്ത് ഡോർ ലോക്ക് ചെയ്യുന്നു. പക്ഷേ പല ഫ്ലോറിലെ ഡോർ തുറക്കുമ്പോഴും അവിടെയൊക്കെ ആ പ്രേത രൂപമാണ്. അവസാനം 8th ഫ്ലോറിലെത്തി. ഇത്തവണ ആ പ്രേത രൂപം ലിഫ്റ്റിനകത്തേക്ക് പതിയെ നടക്കാൻ തുടങ്ങി. പേടിച്ചു പോയ സൂജിൻ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ലിഫ്റ്റിന് പുറത്തേക്ക് ഓടി. എങ്ങനെയൊക്കെയോ ഓടിച്ചെന്ന വീടിന്റെ ഡോർ തുറക്കാൻ നോക്കിയിട്ട് ആ ഡോർ തുറക്കാനും പറ്റുന്നില്ല. ആ പ്രേതങ്ങനെ അവളുടെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുക. പിന്നെ ഒട്ടും തന്നെ ചിന്തിക്കാൻ നിന്നില്ല. സൂജിൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്പാർട്ട്മെന്റിന് താഴേക്ക് ഓടി. അവള് സഹായത്തിനായിട്ട് ആരെയോ ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു കൈ വന്ന് സൂജിന്റെ തലമുടി പിടിച്ച് വലിക്കുകയാണ്. ആ പ്രേതം സൂജിനെ പിടിച്ച് വലിച്ച് ചുമര് വഴി ആ കെട്ടിടത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി.